ഗിഫ്റ്റ് ആണ്. ഓക്കെ പെങ്ങളായി പോയില്ലേ? അതെ. അതായത് അവിടെ കഴിക്കാൻ ചിക്കൻ ബിരിയാണിയാണോ കുട്ടൻ ബിരിയാണിയാണോ എന്നുള്ള യെസ്. അപ്പൊ ഇന്ന് നമ്മൾക്ക് ഒരു നിക്കാഹ് ഉണ്ട് പോവാന്, നിക്കാഹിന്റെ ചടങ്ങ് ഉണ്ട് പോവാന്. ഓക്കെ, അതിന്റെ വ്ളോഗാണ്. യെസ്, ജുബിയുടെ ഫസ്റ്റ് കസിൻ ആണ്. അപ്പൊ ഓന്റെ നിക്കാഹിന് വേണ്ടിട്ട് പോവാനുള്ള ഒരുക്കത്തിലാണ് ഞാന്. അപ്പൊ ഇന്റെ കോസ്റ്റ്യൂമും ബസിക്കാരന്റെ കോസ്റ്റ്യൂം ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇതാണ് ജുബി ഇടാൻ പോകുന്ന കോസ്റ്റ്യൂം. ഓക്കെ, അതിക്കുള്ള ഓർണമെന്റ്സ്. രണ്ട് വാച്ചിട്ട് ഡോക്ടർ റോബിനോ. ഇതാണ് എന്റെ കോസ്റ്റ്യൂം കേട്ടോ. എന്റെ ഒരു പാകിസ്ഥാനി സ്റ്റൈലാണ്. ഞാൻ കാസർഗോഡ് നിന്ന് അവിടുന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. ഓക്കെ, ഇതാണ് എന്റെ കോസ്റ്റ്യൂം. അപ്പൊ ഇത് ഇട്ടിട്ട് ജുബി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ഇൻട്രോ എന്നുള്ള ഇതിലാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങോട്ട് നേരെ പോകുന്ന വരെയുള്ള വീഡിയോസ് നമ്മൾ എടുക്കുന്നതായിരിക്കും കേട്ടോ. മെഹന്തി ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത്ര എനിക്ക് ഇഷ്ടമുള്ളൂ. എനിക്ക് ഇങ്ങനെ ഫുൾ ആയിട്ട് ഇടുന്ന ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് സുന്ദരി ആവട്ടെ. അതുവരെ ബസ്സിലൊക്കെ പുറത്ത് പോയേ. അല്ല, ഈ മാറ്റിക്കോ, ഞങ്ങൾ ഇവിടെ നിന്നോ. വേണ്ട, പണ്ടാറ റീച്ച് കിട്ടാൻ സമ്മതിക്കൂല. പോട്ടെ, ഓഫാക്കി മാറ്റിക്കോ. അപ്പൊ ശരി, ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ജുബി മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. സുന്ദരി ആയിക്കണല്ലേ? ഞാൻ ഹെയർ സ്റ്റൈൽ കുറച്ച് കഴിഞ്ഞ സെറ്റ് ആക്കൂട്ടാ. കാറിൽ എടുത്തിട്ട് ഞാൻ സെറ്റ് ആക്കും. ഇത് കുറച്ച് മുമ്പ് തന്നെ ജുബി എടുത്ത് വെച്ച ഡ്രസ്സായിരുന്നു. നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. കാര്യം ഉണ്ടാവും. അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആലിയ കട്ട് മോഡൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള വന്നൊരു മോഡലായിരുന്നു. ഫേവറേറ്റ് ആയിട്ട് വന്ന ഒരു മോഡലായിരുന്നു. ഓക്കെ, എനിക്കെല്ലാം ഇഷ്ടമായി. നല്ല രസമുണ്ട്. സാധാരണ വൈറ്റ് ഇടുമ്പോൾ ഈ സ്കിന്ന് ഡൗൺ ആവലാണ്. പക്ഷെ ഇത് സ്കിന്ന് അങ്ങനെ ഒരു ഡൗൺ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഓഫ് വൈറ്റ് ആയതുകൊണ്ടായിരിക്കും. ചേരൂല. ഇത് പിന്നെ ഞങ്ങളെ നാട്ടില് പെണ്ണാണല് ഡ്രസ്സ് കൊടുക്കുന്ന ഡ്രസ്സോ എന്താ വെച്ചാലും നമ്മള് കൊടുക്കലുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട്, ചില നാട്ടിൽ അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ഡ്രസ്സൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിട്ട്. ഗിഫ്റ്റ് ആണ്. ഓക്കെ, പെങ്ങളായി പോയില്ലേ? അതെ. നാളെ നമ്മളെ ഷോപ്പുള്ളതുകൊണ്ട് നമുക്ക് സുഖമാണ്. നമുക്ക് അവിടുത്തെ എടുത്താൽ മതി. പുറത്തുനിന്ന് എടുക്കുമ്പോ അങ്ങനെയല്ലല്ലോ. ഓക്കെ, അപ്പൊ പോവാം. ഇനി പോയിട്ട് പോണ വ്ളോഗുകൾ കാണിച്ചു തരാം. അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. പോവാം. അപ്പൊ ഗൈസ്, നമ്മളിങ്ങനെ പോയോണ്ടിരിക്കാണ്. നിങ്ങള് പിന്നെ ബാസിക്കാക്കന്റെ കോസ്റ്റ്യൂം കണ്ടിട്ടില്ലല്ലോ? അത് സുന്ദരം നിക്കണുണ്ടല്ലോ. എന്റെ സെലക്ഷൻ ആട്ടോ. ചുരിദാർ, സോറി, കുർത്ത എന്റെ സെലക്ഷൻ ആണ് കേട്ടോ. അല്ല സിറാക്ക, ഞാൻ തന്നെ പോയി ഞാൻ തന്നെ വാങ്ങിയതാണ്. ക്രെഡിറ്റ് എടുക്കാൻ ഞാൻ എന്തെടുത്താലും വാസിക്കാകനോട് പപ്പനെ കാണുമ്പോ പപ്പനോട് ചോദിച്ചിട്ട് ഞാൻ എന്ത് ഡ്രസ് എടുക്കാനും അത് വാസിക്കാകന്റെ ഇഷ്ടത്തിന് എടുക്കല, അല്ലാണ്ട് എന്റെ ഇഷ്ടത്തിന് ഞാൻ എടുക്കലില്ല. ഇന്റതും ഏകദേശം അങ്ങനൊക്കെ തന്നെയാണ്. പക്ഷെ ഇത് ഞാൻ എങ്ങനെ നമ്മള് കാസർഗോഡ് പോയ സമയത്ത് അവിടെ ഡിസ്പ്ലേയിൽ കണ്ടിഷ്ടമായപ്പോ അങ്ങനെ എടുത്ത് കൊടുത്തേനെ കേട്ടോ. അപ്പൊ ഞാൻ റോഡ് നോക്കുന്ന ഒരു മാപ്പ് ആയതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഫോണിൽ നമ്മള് മാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നോക്കിയിട്ടാണ് നമ്മളിങ്ങനെ പോണത്. അപ്പൊ എല്ലാവരും ഞങ്ങൾക്ക് എന്റെ കസിന്റെ വീട് അറിയില്ലായിരുന്നു. ഒരു പുതിയ വീട്ടിൽ ഞാൻ ഇതുവരെ പോയില്ല. അന്ന് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് ഫസ്റ്റ് ടൈമിൽ യാത്ര ചെയ്യാൻ പാടില്ലായിരുന്നു. നമ്മൾ ഭയങ്കര ടെൻഷനിലാണുള്ളത്. അതായത് അവിടെ കഴിക്കാൻ ചിക്കൻ ബിരിയാണിയാണോ കുട്ടൻ ബിരിയാണിയാണോ എന്നുള്ളതാണ് ടെൻഷൻ. ബസ്കാരന് ടെൻഷൻ മൊത്തം അതാണ് കേട്ടോ. അപ്പൊ ഇനി പറഞ്ഞിട്ട് ശരി, മനസ്സിലായി മോളെ. എനിക്ക് അറിയാം, എനിക്ക് ഈ വഴിയൊക്കെ അറിയാം. ചില നേരത്തെ തട്ടി കളയാൻ തോന്നുന്നു. എന്നാലൊക്കെ ഓർമ്മ ഉണ്ടാ, നമുക്ക് പോകേണ്ട സ്ഥലം റെയിൽവേ ട്രാക്കിന്റെ അപ്പുറത്താണ്. നമ്മളെ കൊണ്ടിട്ടത് റെയിൽവേ ട്രാക്കിന്റെ അപ്പുറത്താണ്. അപ്പൊ ഇനി എന്തായാലും ഞാൻ അവിടെ എത്താൻ നേരത്തെ ഇനി കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ മാങ്കാവൂരിലേക്കാണ്. അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ബാക്കി പറഞ്ഞുതരാം.
ചെക്കപ്പെട്ടാല് ഉടൻ തന്നെ ഭക്ഷണം കഴിക്കാൻ അടുക്കളയിലേക്ക് പോകേണ്ടതാണ്. ഹലോ. അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. വണ്ടിയിൽ നിന്നുള്ള വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ആൾക്ക് നല്ല ക്ഷീണമുള്ളതുകൊണ്ട് വണ്ടിയിൽ കയറിയ പാട് ഉറങ്ങിയിട്ടാ. അവിടുത്തെ വിശേഷങ്ങൾ ഒരുപാടുണ്ട് പറയാൻ. സെൽഫിയോട് സെൽഫി ആയിരുന്നു ജുബി, അതും ഫുള്ള് കുട്ടിപ്പട്ടാളം, ഫുള്ള് ചെറിയ മക്കൾ. എന്നിട്ട് എന്നോട് കുറേ ആൾക്കാർ പിടിച്ചിട്ട് ചെറിയ മക്കളിട്ടാ പിടിച്ചിട്ട് ഇന്നെന്താ വ്ളോഗ് ഇടാത്ത ബാഗ് ഇട് എന്നോട് ഒക്കെ ചെറിയ ചെറിയ പീക്കിരി കുട്ടികൾ കേട്ടോ. സ്കൂൾ പൂട്ടിയാല് ഇവര് സ്കൂൾ തുറന്നാല് നമ്മളെ സ്കൂൾ പൂട്ടിട്ടോ കാര്യം. കാരണം അത്രയും കുട്ടികള് ഫുള്ള് ജുബിനെ തിരിച്ചറിയുന്നുണ്ട്, വലിയവരും തിരിച്ചറിയുന്നുണ്ട്, കുട്ടികൾ മാത്രമല്ല. പക്ഷെ കുട്ടികൾക്ക് എന്തോ നമ്മളെ കാണുമ്പോ ഒരു സ്പെഷ്യൽ സ്നേഹമാണല്ലേ, ഭയങ്കര രസമുണ്ടായിരുന്നു. എന്റെ വയറിന്റെ ഒക്കെ എടുത്ത് വന്നിട്ട് ഞാനൊന്ന് ചെവിട് വെച്ചോക്കട്ടെ, ചെറിയൊരു കുട്ടി കൊറേ പ്രാവശ്യം എടുത്ത് വെച്ചൊക്കെ നോക്കി, ഇതെനിക്ക് ചിരി വരിക. രസമായിരുന്നു, നല്ല രസമായിരുന്നു. അടിപൊളി കല്യാണമായിരുന്നു. കല്യാണമല്ല, നിക്കാഹാണ്. കല്യാണം അടുത്ത വർഷമാണ് ഉണ്ടാവുക. ഇത് നിക്കാഹ്. പക്ഷെ നിക്കാഹ് അല്ലേ അടിച്ചു പൊളിച്ചൊരു രക്ഷയില്ല, സൂപ്പറായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കാരണം ഒന്നാമത് എല്ലാവരും ഭയങ്കര കമ്പനിയാണ് അവിടെ എല്ലാവരും. പിന്നെ ആസ് യൂഷ്വൽ പോയി വന്നാൽ ഇതാ നീര്, അത് പിന്നെ ഇപ്പോൾ ഉള്ളതാണല്ലോ, അത് പിന്നെ എങ്ങനെയായാലും ഉണ്ടാവും. അത് ആ ഉറങ്ങിയ ഉറക്കത്തിൽ ഇരുന്ന് നല്ല ഉറങ്ങിയില്ലേ, അപ്പോൾ നീര് വെച്ചതാണ്. അത് റെഡി ആവും. എന്താ ഫ്രഷ് ആവാ, മതി വൈൻഡപ്പ് ചെയ്തോ. അപ്പം നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.